ഫസ്റ്റ് കഴിഞ്ഞ പാടെ ഞാൻ പോയത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ സിനിമയിലെ നായികമാരെയൊക്കെ പോലെ മുടിയൊക്കെ പറത്തി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് ഒരൊറ്റ പോക്കായിരുന്നു. പക്ഷേ എന്റെ വീട്ടുകാർക്ക് മറ്റൊരു പ്ലാൻ ആയിരുന്നു. ശമ്പളം കൊടുക്കാത്ത കുടുംബത്തിനൊരു ഫ്രീ ഡ്രൈവർ. ലൈസൻസ് കിട്ടിയപ്പോ കീ എടുത്ത് എനിക്ക് തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വാട്ട് എ പ്രോഗ്രസീവ് പീപ്പിൾ. ഇപ്പോഴാണ് എനിക്ക് ആ ചതി മനസ്സിലായത്. കഴിഞ്ഞ 10 വർഷമായിട്ട് വീട്ടിൽ പഞ്ചസാര പഠിക്കാനും റേഷൻ കടയിൽ പോകാനും മാർക്കറ്റ് പോകാനും പച്ചക്കറി കുടിക്കാനും എന്ന് വേണ്ട ഈ എറണാകുളത്ത് കൊടുക്കുന്ന എന്റെ കല്യാണത്തിന് വരെ വിളിച്ചു വരുത്തും. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും പരമസുന്ദരിമാരായിട്ട് ഒരുങ്ങി ഇറങ്ങും. ഞാനും അതേപോലെ ഇറങ്ങും. പക്ഷെ അവരൊക്കെ വന്ന് വണ്ടി കയറി ഇങ്ങനെ കാലും കയറ്റി വെച്ചങ്ങ് സുഖമായിട്ടിരിക്കും. എന്നിട്ട് ഞാൻ ആ ഉടുത്തതൊക്കെ വലിച്ചെട്ടി പൊക്കി കെട്ടി ഇവിടെ കയറി ഇരുന്ന് വണ്ടി അങ്ങോട്ട് ഓടിക്കണം. എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ ഇവരൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോകും. എന്നെ തിരിഞ്ഞു വരും നോക്കൂല. എന്നിട്ട് ഞാൻ അവിടെ കടന്ന് തിരിഞ്ഞു മറിഞ്ഞ് പാർക്കിംഗ് കണ്ടെത്തണം. എന്നിട്ട് കണ്ണി കണ്ടവന്റെ ഒക്കെ കൈയും കാലും പിടിച്ച് എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് ഒപ്പിച്ച് വഴി അറിയില്ല, വഴി കണ്ടെത്തണം. മാപ്പ് ഇട്ട് പോയാൽ മതി. പക്ഷെ ചില നേരത്ത് ആ വഴി കൂടെ പോകുമ്പോൾ അവിടെ ഒരൊറ്റ വണ്ടിക്ക് പോകാനേ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അവിടുന്ന് വേറൊരു വണ്ടി വരും. അത് കാണുമ്പോഴത്തേനും ടെൻഷൻ അടിക്കും. എന്നിട്ട് ഞാനിട്ട മേക്കപ്പ് ഒക്കെ മറ്റേ ഒലിച്ചു പോകുന്നു, എന്റെ മുടി പറക്കുന്നു, എന്റെ സാരി ഇതാവുന്നു. ഇവിടെ കൂടെ ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അവര് സുഖിച്ച് ഇങ്ങനെ എ സിയിൽ ഇരിക്കും. അന്നും ഇന്നും ഒരേപോലെ ഉപദേശിക്കും. അങ്ങോട്ട് എടുക്കേ ഇങ്ങോട്ട് എടുക്കേ, അയ്യോ അവിടുന്ന് വണ്ടി വരുന്നു, സിഗ്നൽ മാറിയിട്ടില്ല, സ്പീഡ് കുറയ്ക്ക്, അങ്ങനെ പോ ഇങ്ങനെ പോ എന്നാ പറയുന്ന ആൾക്കാർക്ക് വന്ന് ഓടിച്ചൂടെ? ഞാനിന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഇത്രയും നാൾ അവരെന്നെ ഉപയോഗിക്കുകയായിരുന്നു, പച്ചയ്ക്ക് യൂസ് ചെയ്യായിരുന്നു. ഇപ്പോഴും എന്റെ അടുത്ത് പറയും അമ്മ അങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ, കണ്ണ് മിടിച്ച് വണ്ടി ഓടിക്കേ. അപ്പൊ ഞാൻ കണ്ണല്ലാണ്ട് പിന്നെ എന്ത് മിടിച്ചിട്ട് എത്ര കാലം വണ്ടി ഓടിച്ചത്? വെറും ഒരു ഡ്രൈവർ. ഒരു സ്നേഹമെങ്കിലും കാണിക്കാറുണ്ടെങ്കിൽ നന്നായിരുന്നു. ഇതതില്ല.